ഇന്ന് നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറി ഉണ്ടാക്കാം. കറിയല്ല, നമ്മളെ സൈഡൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. അതിനായിട്ട് കടുക് ഒക്കെ എണ്ണയിൽ കടുകെല്ലാം പൊട്ടിച്ചിട്ട് ഞാൻ ഒരു തക്കാളി എടുത്തിട്ടുള്ളൂ. ഒരു തക്കാളി നല്ലപോലെ വേവിച്ചെടുക്കുക. ആ എണ്ണയിൽ കിടന്ന് തന്നെ വേവട്ടെ, അങ്ങനെ വേവിച്ചെടുക്കുക. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കാന്താരിമുളക് ഇട്ടിട്ടുണ്ട് എരിവ് കിട്ടാൻ വേണ്ടിയിട്ട്. അതൊന്നും നിർബന്ധമുള്ള കാര്യമല്ല. അതിന് ശേഷം നമ്മളതിലേക്ക് ചേർക്കേണ്ടത് ഇത് കണ്ടോ, കുറച്ച് മുളക് പൊടിയും പുളിയില്ലേ, വാളൻ പുളിയും മഞ്ഞൾപ്പൊടിയും കൂടെ അടിച്ചെടുത്തതാണ്. നല്ലപോലെ അടിച്ച് കുറുക്കിയെടുത്തതാണ്. അതിൻ്റെ കൂടെ ഒരു കുറച്ച് വെല്ലം കൂടെ ചേർത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റ് ആ വെല്ലം കൂടെ ചേർത്താലേ. ഇച്ചിരി കായത്തിൻ്റെ പൊടിയും കൂടെ ചേർക്കുക. ഉപ്പിട്ടിട്ടാണ് ഞാൻ, ഉപ്പ് അതിൻ്റെ കൂടെ ഇട്ട് അടിച്ചാണ് എടുത്തിരിക്കുന്നത്. വാളൻപുളിയും ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടിയാണ് ഇട്ടിരിക്കുന്നത്, അടിച്ചെടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്യുക. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളച്ച് വാങ്ങി വെക്കുക. നല്ല ടേസ്റ്റാണ്.